നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 29 ചൊവ്വ. മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ പ്രതിഷ്ഠിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. വഴുതക്കാട് ഉദാര ശിരോമണി റോഡിലെ പിറവി വീട്ടിൽ ഇന്നലെ വൈകിട്ട് 5-നായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് 4:30 ശാന്തി കവാടത്തിൽ നടക്കും. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് ഈ മാസം 16-നാണ് അദ്ദേഹം സ്വീകരിച്ചത്. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. രാഷ്ട്രപതിയുടെ മെഡലോടെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ അദ്ദേഹം 1988 ആദ്യമായി സംവിധാനം ചെയ്ത പിറവി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പരാമർശം നേടി. കന്നി ചിത്രവുമായി ഏറ്റവുമധികം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ പങ്കെടുത്ത് അവാർഡുകൾ വാരിക്കൂട്ടിയ ഇന്ത്യൻ ചലച്ചിത്രകാരൻ എന്ന ബഹുമതി ഛായാഗ്രഹണത്തിൽ നിന്ന് സംവിധാനത്തിലേക്ക് എത്തിയ ഷാജി എൻ കരുണിന് മാത്രം സ്വന്തം. സിനിമാ സംവിധായകരുടെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചതിനു പിന്നാലെ പ്രമുഖ റാപ്പ് ഗായകൻ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി കഞ്ചാവുമായി അറസ്റ്റിലായി. ഒപ്പമുണ്ടായിരുന്ന 8 പേരും പിടിയിലായി. 6 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്നും കണ്ടെടുത്തു. വേടന്റെ മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് ആരോപിച്ച് വനം വകുപ്പ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. പഹൽഗാമിലെ ആക്രമണം നടത്തിയ 4 ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ. പഹൽഗാം ഉൾപ്പെടുന്ന ദക്ഷിണ കശ്മീരിലെ ഉൾവനത്തിൽ കനത്ത വെടിവയ്പുണ്ടായെങ്കിലും ഭീകരർ കടന്നുകളഞ്ഞതായി സേന അറിയിച്ചു. കശ്മീരിലെ സ്ഥിതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചർച്ച ചെയ്തു. പ്രതിരോധകാര്യ പാർലമെന്ററി സമിതിയുടെ യോഗവും ഇന്നലെ നടന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കടമെടുപ്പ് പരിധിയിൽ പുതിയ നിബന്ധന വെച്ച് കേന്ദ്രം. വിവിധ സ്ഥാപനങ്ങളുടെ വായ്പകൾക്ക് നൽകുന്ന ഗ്യാരണ്ടിയുടെ 1% തുക നിശ്ചിത ഫണ്ടിലേക്ക് മാറ്റിവെച്ചില്ലെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറയ്ക്കുമെന്ന് കേന്ദ്രം. കിഫ്ബിയുടെയും മറ്റും കടമെടുപ്പും കേന്ദ്ര ബ്രാൻഡിങ്ങിനും അടക്കം നിബന്ധന വച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാകാവുന്ന ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന പുതിയ നീക്കവുമായി കേന്ദ്രമെത്തുന്നത്. സർക്കാർ ഗ്യാരണ്ടിയുടെ പുറത്താണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നത്. വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ സർക്കാർ നൽകണമെന്നാണ് ഗ്യാരണ്ടി. ആഗോള കത്തോലിക്ക സഭയുടെ 267-ാം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് അടുത്ത മാസം 7-ന് തുടങ്ങും. കോൺക്ലേവ് നടക്കേണ്ട സിസ്റ്റീൻ ചാപ്പലിൽ ഇന്നലെ മുതൽ സന്ദർശകർക്കുള്ള പ്രവേശനം മരവിപ്പിച്ചു. കത്തോലിക്ക സഭയിൽ മൊത്തം 252 കർദിനാൾമാരാണുള്ളത്. ഇതിൽ 135 പേരും 80 തികയാത്തവരാണ്. 120 പേരെന്ന വ്യവസ്ഥയുള്ളപ്പോഴും 135 പേരെയും കോൺക്ലേവിൽ പങ്കെടുക്കാൻ അനുവദിക്കുമെന്നാണ് വത്തിക്കാൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പങ്കെടുക്കുന്നവരിൽ 2 പേരുടെ വോട്ട് ലഭിക്കുന്നയാളെയാണ് മാർപ്പാപ്പയാക്കുക. യമനിൽ ആഫ്രിക്കൻ അഭയാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന തടവറയിൽ US നടത്തിയ ബോംബാക്രമണത്തിൽ 68 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ അറിയിച്ചു. 47 പേർക്ക് പരിക്കേറ്റു. ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സദാ പ്രവിശ്യയിലാണ് ആക്രമണം. യമൻ തലസ്ഥാനമായ സനായിലെ ബോംബാക്രമണത്തിൽ 18 പേരും കൊല്ലപ്പെട്ടു. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് 1 മാസത്തിലേറെയായി US കനത്ത വ്യോമാക്രമണമാണ് യമനിൽ നടത്തുന്നത്. രാജ്യ അതിർത്തിയിൽ അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ടെങ്കിലും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നുറപ്പിച്ച സർക്കാർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനുമായി ഡൽഹിയിൽ നിന്നുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇന്നലെ രാവിലെ തുറമുഖത്തെത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഔദ്യോഗിക വസതി, രാജ്ഭവൻ, ഗതാഗത കമ്മീഷണറുടെ ഓഫീസ് എന്നിവിടങ്ങളിൽ വ്യാജ ബോംബ് ഭീഷണി. ഇന്നലെ രാവിലെയാണ് ഇമെയിൽ ഭീഷണി സന്ദേശമെത്തിയത്. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ബോംബ് വച്ചിട്ടുണ്ടെന്ന സന്ദേശം രാവിലെ 11-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇമെയിലിലേക്കാണ് എത്തിയത്. ഇമെയിൽ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. സൈബർ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. UGC നെറ്റ് പരീക്ഷ ഓൺലൈൻ അപേക്ഷ മെയ് 7 വരെ. ഓൺലൈൻ പരീക്ഷ ജൂൺ 21 മുതൽ 30 വരെ നടക്കും. കേരള പോലീസിനു വഴിമുട്ടിയ 1.44 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് കേസിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് CBI അന്വേഷണം തുടങ്ങി. കൊച്ചിയിലെ CBI പ്രത്യേക കോടതിയിലാണ് FIR സമർപ്പിച്ചത്. മുംബൈ പോലീസ് എന്ന വ്യാജേന വെർച്വൽ അറസ്റ്റ് നടത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. പണം നഷ്ടപ്പെട്ട തൃശൂരിലെ പ്രവാസി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേരളത്തിൽ CBI അന്വേഷിക്കുന്ന ആദ്യ സൈബർ തട്ടിപ്പ് കേസാണിത്. സ്വർണം റെക്കോർഡ് നിലവാരത്തിൽ നിന്ന് 2800 രൂപ കുറഞ്ഞു. പവന് 71,520 രൂപ.
ഇന്ത്യ പാക് സമ്മർദ്ദം തുടരുന്നതിനിടയിലും കമ്പനികളുടെ നാലാം പാദ പ്രവർത്തന ഫലങ്ങളുടെ മികവിൽ വൻ കുതിപ്പ് നേടി രാജ്യത്തെ ഓഹരി വിപണികൾ. സെൻസെക്സ് 1005.84 പോയിന്റ് ഉയർന്ന് 80,000 നിലവാരത്തിനു മുകളിൽ തിരിച്ചെത്തി. 1474 കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ ഇന്നലെ നടത്തിയ നിക്ഷേപം. മെയ് 2 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്നലെ ഒറ്റപ്പെട്ട മഴ ലഭിച്ചു. IPL ഗുജറാത്തിനെതിരെ രാജസ്ഥാന് 8 വിക്കറ്റ് ജയം. IPLൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായി 14-കാരൻ വൈഭവ് സൂര്യവംശി. പോലീസ് ജേഴ്സിയിൽ ആദ്യമായി ഒരു ടൂർണമെന്റ് വിജയിച്ച മലപ്പുറം കോട്ടപ്പാടി മൈതാനത്ത് പോലീസ് ടീമിനായി അവസാന മത്സരം കളിച്ച് IM വിജയൻ. 30-നാണ് IM വിജയൻ കേരള പോലീസിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.